അടിപൊളി താർ ഡിഷാണ്. ഇതിൻ്റെ പേരാണ് പൈനാപ്പിൾ ഫ്രൈഡ് റൈസ്. നമുക്ക് അതിനാവശ്യമുള്ളത് എന്താ നോക്കാം. ആദ്യം നമുക്ക് അതിനാവശ്യമുള്ള കറി പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? അതിനാവശ്യമുള്ളത് ഒരു ബേ ലീഫ്, ഇന്ത്യൻ ബേ ലീഫാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്, കാരണം സാദാ ബേ ലീഫ് കിട്ടാത്തത് കൊണ്ട്. ഒരു ഗ്രാമ്പൂ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലി, ഒരു കഷ്ണം ചുക്ക്, 3 ഉണക്കമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്. മഞ്ഞൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇത് നമുക്കൊന്ന് നല്ലോണം ഇളക്കിയെടുക്കാം. വറുത്ത് വെച്ചതും മഞ്ഞൾപ്പൊടിയും കൂടി മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. കൂടെ ബേ ലീവ്സ് ഇങ്ങനെ ചെറുങ്ങനെ വറുത്തപ്പോൾ ചെറുങ്ങനെ നുറുക്കി വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം, പൊടിച്ചെടുക്കാം. ഞങ്ങൾ നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട് എല്ലാം കൂടി. ഇതിൻ്റെ അത് നമുക്ക് 1 ടീസ്പൂണേ ആവശ്യമുള്ളൂ കേട്ടോ, അധികം കൂടുതലൊന്നും എടുക്കരുത്. ബർണറിൽ അടച്ചു വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്ന് നോക്കാം. ആദ്യം നമുക്ക് ആവശ്യമുള്ളത് 215 ഗ്രാം ചെമ്മീൻ. അതിൻ്റെ അകത്ത് ഒരു 4 എണ്ണം വാലോടെ അയക്കണം. ബാക്കിയുള്ളതൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് ചെറുതാക്കി മുറിച്ചതായിരിക്കണം. പിന്നെ 1.5 ടീസ്പൂണ് കറി പൗഡർ, 4 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 മുട്ട. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 1 കപ്പ് പൈനാപ്പിൾ ഇങ്ങനെ മുറിച്ചെടുത്തത്, 6 ബീൻസ് ഇങ്ങനെ മുറിച്ചെടുത്തത്, 1 ക്യാരറ്റ്, പിന്നെ 3 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ. ഈ ക്യാരറ്റും ബീൻസും ഒരു ക്രഞ്ചിനെസ്സിന് വേണ്ടിയാണ് നമ്മൾ ആഡ് ചെയ്തത്. 1/2 വെല്ലുള്ളി, 1 റെഡ് ചില്ലി, 1 തക്കാളി കുരു കളഞ്ഞത്, കുറച്ച് അണ്ടിപ്പരിപ്പ് ഗാർണിഷിങ്ങിന് വേണ്ടി, 1 ടീസ്പൂൺ വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ഇഞ്ചി, 1/2 kg ജാസ്മിൻ ഫ്രാഗ്രൻറ്റ് റൈസ് അല്ലെങ്കിൽ ബാസ്മതി റൈസ്. ഞങ്ങൾ ജാസ്മിൻ ഫ്രാഗ്രൻറ്റ് റൈസാണ് എടുത്തത്. ഇത് നല്ലോണം കുക്ക് ചെയ്തത് ആണ്, ഉപ്പിട്ട് കുക്ക് ചെയ്തത്. 3.5 ടേബിൾ സ്പൂണ് വെജിറ്റബിൾ ഓയിൽ. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു പൈനാപ്പിളിൻ്റെ അകഭാഗമൊക്കെ മാറ്റി വെച്ചിട്ട് സെർവ് ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും, ഗാർണിഷിങ്ങിന് വേണ്ടിയാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പുറത്ത് പോയാലൊക്കെ കിട്ടുക. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ആദ്യം 1/2 ടീസ്പൂൺ ഞങ്ങൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. നമുക്കതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ സോയാ സോസും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. സോയാ സോസിൽ ഉപ്പുള്ളതിനെ കൊണ്ട് ഞങ്ങൾ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പകുതി വെജിറ്റബിൾ ഓയിൽ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിനകത്തേക്ക് കാഷ്യൂ നട്ട് ഇടാം.
ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കും. നമ്മൾ കാഷ്യൂനട്ടിന് ഉപയോഗിച്ച അതേ വെജിറ്റബിൾ ഓയിലിൽ തന്നെ ചെമ്മീനും ഫ്രൈ ചെയ്തെടുക്കാം. ഞങ്ങൾ അതേ പാനിൽ തന്നെ ബാക്കിയുള്ള ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു ചെമ്മീൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യാം. അതിനുശേഷം ഇഞ്ചി എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വെളിയുള്ളിയും ചുവന്ന മുളകും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഉള്ളിയും മുളകും കൂടി ഒന്ന് കുറച്ച് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ക്യാരറ്റും ബീൻസും ഇടാം. ഇനി നമുക്ക് ബീൻസും ക്യാരറ്റും ഒന്ന് കുറച്ച് വാടി കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് എഗ്ഗും കൂടി ആഡ് ചെയ്യാം. നമ്മൾ ഒരു പിഞ്ച് ഉപ്പിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. നമുക്ക് അതിൻ്റെ അകത്തേക്ക് സോയാ സോസും കറി പൗഡറും പഞ്ചസാരയും ആഡ് ചെയ്യാം. ഇനി നമുക്ക് പൈനാപ്പിൾ ഇടാം. അതിനുശേഷം നമുക്ക് മുറിച്ച് തക്കാളി കൂടി ഇടാം. റൈസും കൂടി ഇടാം. ഞങ്ങൾ റൈസ് എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് കാഷ്യൂനട്ട് ഇടാം. അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് പ്രോൺസ് ഇടാം. ആലുള്ള പ്രോൺസ് എല്ലാം ഞങ്ങൾ ഗാർണിഷിങ്ങിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. സ്പ്രിംഗ് ഓയിലും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാം. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സിയ എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ആയില്ലോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ഫ്രൈഡ് റൈസാണ്. പല ഫ്ലേവർ സ്വീറ്റ്നെസ്സും സ്പൈസിനെസ്സും ഒക്കെ കൂടിയ ഒരു അടിപൊളി ഫ്രൈഡ് റൈസാണ്. ഇത് വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്കും എല്ലാവർക്കും വെജിറ്റബിൾസ് കഴിക്കാത്തവരെല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാകും. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാകുന്ന ഒരു ഡിഷാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ബൈ. Welcome to Get Ranching's channel. Bye.